വചനമൊഴി ജൂൺ 17. വചനഭാഗം 1 പത്രോസ് 2:18-25, യോഹന്നാന്റെ സുവിശേഷം 15:18-27. ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിനു മുൻപേ അതെന്നെ വെറുത്തു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു. ഈശോ ഉദ്ദേശിക്കുന്ന ലോകം ഏതാണ്, എന്താണ് വെറുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിശിഹായിൽ വിശ്വസിക്കാത്ത ഇസ്രായേൽക്കാരെയാണ്. അവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരായ ജനതയിൽ നിന്നുള്ള വ്യത്യാസം കാണിക്കുവാനാണ് മിശിഹായിലുള്ളവരും ലോകത്തിനുള്ളവരും എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. വെറുക്കുക എന്നത് ഇഷ്ടമില്ലാതിരിക്കുക എന്നതിനേക്കാൾ രണ്ട് യാഥാർത്ഥ്യങ്ങൾ മുമ്പിലുള്ളപ്പോൾ ഒന്നിനെ സ്വീകരിച്ച് മറ്റതിനെ പരിത്യജിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിശിഹായിലൂടെ നൽകിയ ദൈവിക വെളിപാടിനെ സ്വീകരിക്കാതെ ഉപേക്ഷിച്ചതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. തങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ പൂർത്തീകരണമായ മിശിഹായെ തിരസ്കരിച്ചു എന്നതാണ് അവരുടെ പാപം. മിശിഹായെ തിരസ്കരിച്ചവർ അവിടുത്തെ ശിഷ്യന്മാരെയും തിരസ്കരിക്കുമെന്നും അതിനാൽ തിരസ്കരണങ്ങളും സഹനങ്ങളും പീഡനങ്ങളും അഭിമുഖീകരിക്കാൻ ശിഷ്യന്മാരും ഒരുങ്ങിയിരിക്കണം എന്നാണ് ഈശോ പറയുന്നത്. പത്രോസ് ലീഹ എഴുതിയ ലേഖനത്തിലും സഹനങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അന്യായമായി പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ അനുഗ്രഹ കാരണമാകും. സഹനങ്ങളെ രക്ഷാകരമാക്കുന്നതിനും അനുഗ്രഹമാക്കുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.